ഈ സ്കൂൾ തുറക്കാനാകുമ്പോൾ ഒരു സ്ഥിരം പരിപാടി ഉണ്ടല്ലോ, അത് തന്നെ ബുക്ക് പൊതിയൽ. ഈ ബുക്ക് പൊതിയാൻ പറ്റിയിട്ടുള്ളൊരു സാധനം ഞാൻ മീഷോന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇന്ന് അതിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ്. ആക്ച്വലി ഞാൻ ഇത് തന്നെയാണ് കഴിഞ്ഞ വർഷം യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ നെയ് സ്ലിപ്പ് ഒക്കെ ഉണ്ട്. ബട്ട് ഈ നെയ് സ്ലിപ്പ് ഞാൻ യൂസ് ചെയ്യാറില്ല. കാരണം വേറെ ഒന്നല്ല, ഇതൊരു ചൈനീസ് ഭാഷയിലാണ് എഴുതിയിട്ടുള്ളത്. ഇതിൽ ടോട്ടൽ ഒരു 30 ബുക്ക് പൊതിയാനുള്ള കവറുകളുണ്ട്. 10 ചെറുത്, 10 മീഡിയം, പിന്നെ 10 ലാർജ്. ഈ ബുക്ക് വാങ്ങുമ്പോൾ ബുക്കിൻ്റെ ചട്ടൊക്കെ നല്ല രസമുണ്ടോയെന്ന് നോക്കി വാങ്ങിയിട്ട് അവസാനം അതിൻ്റെ മുകളിൽ പരസ്യം ഒട്ടിക്കുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് ആ ചട്ട കാണുന്ന രീതിയിൽ നല്ല അടിപൊളി കവർ ഒട്ടിക്കുന്നത്. അത് മാത്രമല്ല, മറ്റു പൊതികളൊക്കെ ഇങ്ങനെ റോൾ ചെയ്ത് വെച്ചോണ്ട് തന്നെ തുറക്കുമ്പോഴത്തേനും പൂട്ടും. പിന്നെ പിടിച്ചു വെച്ച് കത്രി കൊണ്ടൊക്കെ വെട്ടി കഷ്ടപ്പെടണം. ഇതൊക്കെ ഒരു കഷ്ടപ്പാടായി തോന്നുന്നവർക്ക് എന്തുകൊണ്ട് ബെസ്റ്റ് ഓപ്ഷനാണിത്. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടം ഈ ബുക്ക് പൊതിയണ സമയത്ത് അതിങ്ങനെ പീൽ ചെയ്യണ്ടേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ചില ആൾക്കുള്ള സംശയമാണ് ഇത് ഒട്ടിക്കുമ്പോൾ റിങ്കിൾസ് വരില്ലേന്ന്. അങ്ങനെ വരാതെ എങ്ങനെ ബെസ്റ്റായിട്ട് പൊതിയണം എന്നുള്ളത് ഞാൻ കാണിക്കണ്ടല്ലോ, അതേമാതിരി പൊതിഞ്ഞാൽ മതി. ഇപ്പോൾ ഇത് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് എൻ്റെ കയ്യിൽ ലിങ്കൊന്നും ചോദിച്ചു തരണ്ട. നിങ്ങൾ തന്നെ മീഷോയിൽ കയറിയിട്ട് ബുക്ക് ബൈൻഡിങ് ട്രാൻസ്പെറൻറ്റ് കവർ നടിച്ചാൽ മതി കേട്ടോ. ഈ കാണുന്ന ബുക്കൊക്കെ ഞാൻ ആ പൊതിയോണ്ട് നല്ല അടിപൊളിയായിട്ട് പൊതിഞ്ഞെടുത്തതാണ്. നല്ല രസമല്ലേ? അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.